ഇങ്ങനെ നമ്മൾ കഴിഞ്ഞ 4 വർഷത്തിൽ നല്ല സാമ്പത്തിക വളർച്ച നേടി, കോവിഡിന് ശേഷം നല്ലൊരു റിക്കവറി നടത്തി. എങ്കിലും സാമ്പത്തിക വളർച്ചാ നിരക്കിൽ ചെറിയൊരു താഴ്ച ഉണ്ടായി എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ദാറ്റ് ഇസ് എ ചാലഞ്ച് ദാറ്റ് വി ആർ ഫേസിംഗ് നൗ. ആയുഷ്മാൻ ഭാരത് 80 കോടിയോളം ജനങ്ങൾക്ക് ചികിത്സാ സൗകര്യങ്ങൾ ഫ്രീ ആയിട്ട് ഹോസ്പിറ്റലില് 5 ലക്ഷം രൂപ വരെയുള്ള ആയുഷ്മാൻ ഭാരത് ഇതായിട്ടുള്ള ഒരുപാട് പദ്ധതികളുണ്ട്. പക്ഷെ പ്രസിഡന്റ് ട്രംപിന്റെ പോളിസി അതൊന്നുമല്ല. പ്രസിഡന്റ് ട്രംപ് മേഗ ആണ് അദ്ദേഹത്തിന്റെ പോളിസി. മേഗ എന്താ മേഗ? മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ. ഹി ഡസ് നോട്ട് കെയർ അബൌട്ട് അതർ കൺട്രീസ് ഓഫ് ദ വേൾഡ്. നമ്മള് പ്രധാനമായിട്ടും ഇപ്പോഴത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ സാഹചര്യം എന്താണ്, ഇക്കോണമിന്റെ പൊസിഷൻ എന്താണ്, ആഗോള സാമ്പത്തിക സാഹചര്യത്തിൽ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് മറ്റുള്ള വലിയ രാജ്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച എങ്ങനെയാണെന്നുള്ളതാണ്. ഇതിന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് IMF-ന്റെ ഡേറ്റയാണ്. പൊതുവെ നമ്മൾ സർക്കാരിന്റെ ഡേറ്റ എടുക്കുമ്പോൾ സർക്കാർ പൊതുവെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യന്റെ ആ ഒരു പ്രകടനം മികച്ചതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ റോസി പിക്ചർ, കുറച്ചുകൂടെ ഉള്ളതിനേക്കാളും സ്വല്പം എക്സാജറേറ്റ് ചെയ്യും എന്നുള്ളൊരു വിമർശനം ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. IMF, വേൾഡ് ബാങ്ക് മുതലായിട്ടുള്ള അന്തർദേശീയമായിട്ട് ആക്സെപ്റ്റൻസും ഒക്കെയുള്ള സ്ഥാപനങ്ങളുടെ ഡേറ്റയ്ക്കെതിരായിട്ട് അങ്ങനെ ആരും വിമർശനമൊന്നും ഉയർത്താറില്ല. മാത്രമല്ല ഈ IMF-ഉം വേൾഡ് ബാങ്കും ഒക്കെ തന്നെ ഇന്ത്യയുടെ നയങ്ങളിൽ പോരായ്മ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക കൂടെ ചെയ്യാറുണ്ട്. അപ്പൊ അത് IMF-ന്റെ ഫിഗേഴ്സ് ആണ്. ഞാനത് 2020 മുതൽക്ക് എടുത്തിട്ടുണ്ട്. 2020-ന്റെ സാമ്പത്തിക വർഷം നോക്കി നോക്കൂ, എല്ലാതിന്റെയും GDP ഗ്രോത്ത് റേറ്റ് നെഗറ്റീവാണ്. വേൾഡ് ഔട്ട്പുട്ട്, ലോക സമ്പദ് വ്യവസ്ഥ 3.4% ചുരുങ്ങി, -3.4. അഡ്വാൻസ്ഡ് ഇക്കോണമീസ്, ലോകത്തിലെ ഡെവലപ്ഡ് ഇക്കോണമീസ് 4.5, -4.5. അമേരിക്ക -3.1, യൂറോ ഏരിയ -6.3, അതിൽ ജർമ്മനി -3.7, ഫ്രാൻസ്, ഇറ്റലി, UK, ജപ്പാൻ. പിന്നെ നമ്മൾ എമർജിങ് മാർക്കറ്റ്സ്, ഇന്ത്യയെ പോലുള്ള എമർജിങ് മാർക്കറ്റ്സ് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന ഒഴികെ. ചൈനയിലാണ് നമുക്ക് ഈ വൈറസ് വന്നത്, കോവിഡ് പൊട്ടിപ്പുറപ്പെട്ട് വന്നെങ്കിലും കൊടുത്തിട്ടേ GDP സങ്കോചിക്കാത്ത ഒരേ ഒരു രാജ്യം ചൈനയായിരുന്നു എന്നുള്ളതാണ് ഒരു വിരോധാഭാസം. അതിലേക്ക് നമുക്ക് തൽക്കാലത്തേക്ക് പോണ്ട. പിന്നീട് 21 മുതൽക്കാണ് കോവിഡ് കൺട്രോളിൽ വന്നപ്പോൾ സാമ്പത്തിക വളർച്ച വീണ്ടും ഉയർന്ന നിലയിൽ വന്നു. 22, 23, 24 പ്രൊവിഷണൽ ഫിഗേഴ്സ് ആണ്, ഫൈനൽ ഫിഗേഴ്സ് കഴിഞ്ഞിട്ടില്ല. കാരണം ഇപ്പൊ കഴിഞ്ഞിട്ടില്ലല്ലോ 24. 25 അതേ പ്രൊവിഷണൽ ഫിഗേഴ്സ്. IMF-ന്റെ പ്രൊജക്ഷൻ നോക്കി നോക്കൂ. അതിൽ ഇന്ത്യന്റെ ഫിഗേഴ്സിന് ഞാൻ ബോൾഡിൽ കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 4 വർഷവും ഈ വർഷവും IMF-ന്റെ പ്രൊജക്ഷൻ നോക്കി നോക്കൂ. ഇന്ത്യ ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ലാർജ് ഇക്കോണമി ഇൻ ദ വേൾഡ്. 8.7, 7.2, 6.3, 6.5, 6.5. 6% GDP ഗ്രോത്ത് ഉള്ള വേറൊരു രാജ്യവും കഴിഞ്ഞ വർഷത്തിലും ഈ വർഷത്തിലും ഇല്ല. അടുത്ത് വരുന്നത് ചൈനയാണ്. കഴിഞ്ഞ വർഷത്തിൽ 4.8, ഈ വർഷത്തിൽ 4.6. അപ്പൊ 5% സാമ്പത്തിക വളർച്ച വേറെ വലിയ രാജ്യങ്ങളിലൊന്നും ഇല്ലാത്ത സമയത്ത് ഇന്ത്യക്ക് ഇപ്പോഴും 6.5% സാമ്പത്തിക വളർച്ചയുണ്ട്. ഈ IMF-ന്റെ കണക്കുകളും ഗവൺമെന്റ് ഓഫ് ഇന്ത്യന്റെ കണക്കുകളും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കണക്കുകൾ കാണിക്കുന്നത് ഫൈനാൻഷ്യൽ ഇയറിലാണ്. നമ്മളിപ്പോ 25 എന്ന് പറയുമ്പോൾ 24 ഏപ്രിൽ 1 മുതൽക്ക് 25 മാർച്ച് 31 വരെയാണ്. IMF 24 എന്ന് പറഞ്ഞാൽ കലണ്ടർ ഇയർ 24, ജാനുവരി 1 മുതൽക്ക് ഡിസംബർ 31. അതുമാതിരി 25 എന്ന് പറയുമ്പോൾ ജാനുവരി 1 മുതൽക്ക് ഡിസംബർ 31, 2025 വരെയുള്ളത്. ആ ഒരു വ്യത്യാസം കാണും കേട്ടോ. ഞാൻ ഇവിടെ ഒരു IMF-ന്റെ ഫിഗേഴ്സ് ആണ് എല്ലാ രാജ്യങ്ങളുടെയും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താ? ഇന്ത്യ ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ലാർജ് ഇക്കോണമി ഇൻ ദ വേൾഡ്. നമ്മൾ ലാർജ് ഇക്കോണമീസേ എടുത്തിരിക്കുന്നത് ഇവിടെ, ചെറിയ രാജ്യങ്ങളൊന്നും എടുക്കേണ്ട കാര്യമില്ല. കാരണം ഇത്രയും രാജ്യങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ ഗ്ലോബൽ GDP-ന്റെ 95%. അപ്പോ ലാർജ് ഇക്കോണമീസിൽ മാത്രമേ എടുക്കുന്നുള്ളൂ. ആ ലാർജ് ഇക്കോണമീസിൽ ഇന്ത്യ ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ലാർജ് ഇക്കോണമി. അത് കുറെ വർഷത്തേക്ക് അങ്ങനെ തന്നെ തുടരും എന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. ഇനി അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഇങ്ങനെ നമ്മൾ കഴിഞ്ഞ 4 വർഷത്തിൽ നല്ല സാമ്പത്തിക വളർച്ച നേടി, കോവിഡിന് ശേഷം നല്ലൊരു റിക്കവറി നടത്തി. എങ്കിലും
സാമ്പത്തിക വളർച്ചാ നിരക്കിൽ ചെറിയൊരു താഴ്ച ഉണ്ടായി എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ദാറ്റ് ഇസ് എ ചാലഞ്ച് ദാറ്റ് വി ആർ ഫേസിങ് നൗ. നേരത്തെ തുടക്കത്തിൽ വെല്ലുവിളികൾ എന്ന് പറഞ്ഞില്ലേ, ഉമാ മാഡം പറഞ്ഞല്ലോ, ഹെഡ്വിൻസ് ആൻഡ് ടെയിൽ വിൻസ്. ഒരു പായക്കപ്പലിൽ പോവുകയാണെങ്കിൽ കാറ്റ് മുഖത്തേക്ക് അടിക്കുകയാണെങ്കിൽ അത് ഹെഡ്വിൻഡ് ആണ്. നേരെ മറിച്ച് പുറകിൽ നിന്നാണ് കാറ്റടിക്കുന്നതെങ്കിലോ അത് പായക്കപ്പലിന്റെ പായയിൽ കുടുങ്ങിയിട്ട് ബോട്ടിനെ കൂടുതൽ സ്പീഡിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോ ടെയിൽ വിൻസ് ആർ പോസിറ്റീവ്, ഹെഡ്വിൻസ് ആർ നെഗറ്റീവ്സ്. അങ്ങനെ പൊതുവെ ഹെഡ്വിൻസ് ആൻഡ് ടെയിൽ വിൻസ് ആർ നെഗറ്റീവ് പോസിറ്റീവ് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ഇന്ത്യ നേരിടുന്ന ഒരു 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 ഹെഡ്വിൻഡ് എന്ന് പറയുന്നത് ഈ ഡിക്ലൈൻ ഇൻ ഗ്രോത്ത് റേറ്റ് ആണ്. അത് ഇതിപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കണക്കാണ്, ഞാൻ പറഞ്ഞില്ലേ ഫൈനാൻഷ്യൽ ഇയറിലാണ്. അപ്പൊ FY21 കോവിഡ് ഇയറിൽ GDP 5.1% ആണ് കോൺട്രാക്ട് ചെയ്തത്. കലണ്ടർ ഇയർ നോക്കിയാൽ 7.3 നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ ആണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കണക്കാണിത്. പിറ്റത്തെ വർഷം നമ്മൾ 9.7% GDP ഗ്രോത്തിൽ ഉയർന്നു. അതിന്റെ അടുത്ത വർഷം 7% GDP ഗ്രോത്ത് ഉണ്ടായി. അതിനെ തുടർന്നുള്ള വർഷത്തിൽ എല്ലാവരും അമ്പരപ്പിച്ചുകൊണ്ടുള്ള 8.2% GDP ഗ്രോത്ത് ഉണ്ടായി. പക്ഷേ ഈ വർഷം ഫൈനാൻഷ്യൽ ഇയർ 25 ഈ മാർച്ച് 31 അവസാനിക്കുന്ന വർഷത്തില് പെട്ടെന്ന് 6.4%. അതാണ് ഇപ്പോഴത്തെ എസ്റ്റിമേറ്റ്സ്. ഇനി 1.5 മാസം കൂടി ഉണ്ട്. അത് കാരണമാണ് എന്ന് പറയുന്നത് എസ്റ്റിമേറ്റ്സ് എന്ന് പറയുന്നത്. ഫൈനൽ ഫിഗേഴ്സിന് കുറച്ചുകൂടെ മാസങ്ങൾ എടുക്കും. അപ്പൊ അവർ ഗ്രോത്ത് റേറ്റ് ഹാസ് ഡിക്ലൈൻഡ് ഫ്രം എബവ് 7% ഡ്യൂറിംഗ് ദ ലാസ്റ്റ് 3 years. ഒരു ആവറേജ് എടുക്കുകയാണെങ്കിൽ 7%-ലും കൂടുതലുള്ളതാണ്, അപ്രോക്സിമേറ്റ്ലി 8% ഉള്ളതാണ്. അത് 6.4% കുറഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇതാണ് ഒരു പ്രധാനമായിട്ടുള്ള നമ്മുടെ ഒരു സാമ്പത്തിക വെല്ലുവിളി എന്ന് പറയുന്നത്. ആ വെല്ലുവിളിയെ നേരിടുക എന്നുള്ളതാണ് ഈ ബജറ്റ് ഫോക്കസ് ചെയ്യുന്ന പ്രധാനമായിട്ടുള്ള ആ ഒരു ബജറ്റ് സ്ട്രാറ്റജി തന്നെ. സാമ്പത്തിക വളർച്ചയെ വീണ്ടും, കാരണം സാമ്പത്തിക വളർച്ച ഉണ്ടെങ്കിലേ എല്ലാ കാര്യങ്ങളും നടക്കുള്ളൂ. ഇപ്പൊ ഈ സർക്കാർ 12 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് ഇൻകം ടാക്സ് വേണ്ട എന്നുള്ള ഒരു മിഡിൽ ക്ലാസ്സിന് വലിയൊരു ആനുകൂല്യം നൽകി. അതുപോലെ തന്നെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ, ഇൻഫ്രാസ്ട്രക്ചറിൽ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ 80 കോടി ജനങ്ങൾക്ക് സൗജന്യമായിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നുണ്ട്. അതിന് 2 ലക്ഷം കോടി രൂപ വേണം. പിന്നെ ആയുഷ്മാൻ ഭാരത് 80 കോടിയോളം ജനങ്ങൾക്ക് ചികിത്സാ സൗകര്യങ്ങൾ ഫ്രീ ആയിട്ട് ഹോസ്പിറ്റലില് 5 ലക്ഷം രൂപ വരെയുള്ള ആയുഷ്മാൻ ഭാരത് ഇതിനായിട്ടുള്ള ഒരുപാട് പദ്ധതികളുണ്ട്. ഈ പദ്ധതികളൊക്കെ തന്നെ നടപ്പിലാക്കണമെങ്കിൽ പണം വേണം. ആ പണം ഉണ്ടാവണമെങ്കിൽ ഗ്രോത്ത് റേറ്റ് ഉണ്ടാവണം. ഗ്രോത്ത് ഉണ്ടായാലാണ് റവന്യൂ അതനുസരിച്ച് വർദ്ധിക്കുള്ളൂ. റവന്യൂ ബോയൻസി എന്ന് പറയും. 1% GDP വർദ്ധിക്കുമ്പോൾ 1%-ലധികം ടാക്സ് റവന്യൂ വർദ്ധിക്കണം. അപ്പൊ 6% GDP വർദ്ധിച്ച് 4% വിലക്കയറ്റം ഉണ്ടായി കഴിഞ്ഞാൽ 10% നോമിനൽ GDP. ആ 10%-നേക്കാളും കൂടുതൽ 12, 14 തന്നെ നികുതി വരുമാനം വർദ്ധിച്ചാൽ മാത്രമാണ് ഗവൺമെന്റിന് കൂടുതൽ പണം ചെലവിടാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഗ്രോത്ത് വളരെ ഇമ്പോർട്ടന്റ് ആവുന്നത്. സാമ്പത്തിക വളർച്ച കൂടുതൽ പ്രധാനമാണ്. അപ്പോൾ സാമ്പത്തിക വളർച്ച കുറഞ്ഞു. ഈ ഡേറ്റയിൽ നിന്ന് കാണുന്ന പോലെ തന്നെ ഏറ്റവും ഉയർന്ന സാമ്പത്തിക വളർച്ചയാണ് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച്. ഈ സാമ്പത്തിക വളർച്ച 6.4 എന്നുള്ളത് ഏറ്റവും ഉയർന്ന സാമ്പത്തിക വളർച്ചയാണെങ്കിലും ഇന്ത്യയുടെ ആവശ്യങ്ങളുടെ കോണ്ടെക്സ്റ്റിലും ഇന്ത്യയുടെ പൊട്ടൻഷ്യൽ, നമ്മുടെ വളർച്ച സാധ്യതകളുടെ സാഹചര്യത്തിലും നമ്മൾ ഉയർന്ന വളർച്ചയിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ അടുത്ത വർഷം, അതായത് 25-26 സാമ്പത്തിക വർഷത്തിൽ 6.7 അല്ലെങ്കിൽ 6.8% GDP ഗ്രോത്തിലും പിന്നീടുള്ള വർഷം 7%-ലധികമുള്ള സാമ്പത്തിക വളർച്ചയിലേക്കും നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതിനുള്ള ഒരു പുതിയ തന്ത്രമാണ് ഈ ബജറ്റിൽ ഉള്ളത്. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. നെക്സ്റ്റ് സ്ലൈഡ്. ഈ ബജറ്റിന്റെ 4 പില്ലേഴ്സ് ഓഫ് ഗ്രോത്ത് ആണ്. സാമ്പത്തിക വളർച്ചയ്ക്ക് 4 തൂണുകളാണ് സർക്കാർ വിഭാവനം ചെയ്യുന്നത്. ഇതൊക്കെ വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല. ഓരോ വിഭാഗത്തിനും എത്ര പണം ചെലവിടാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എത്രയാണ് പിന്നെ ഔട്ട്ലേ എന്നൊന്നും പറയുന്നില്ല. എനിക്ക് ഒരുപാട് സമയമെടുക്കും. ഏതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള 4 പില്ലേഴ്സ് എന്ന് പറയുന്നുള്ളൂ? ഒന്ന് അഗ്രികൾച്ചർ ആണ്. അതിൽ പ്രൈം മിനിസ്റ്റർ ധാന്യ കൃഷി യോജന എന്നുള്ള ഒരു പദ്ധതി ഉണ്ട്. അതിൽ ഇന്ത്യയിലത്തെ 100 ജില്ലകളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. 100 ജില്ലകൾ. അത് ഏറ്റവും കാർഷിക ഉൽപാദനക്ഷമത കുറവുള്ള ജില്ലകളാണ്. അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി കുറവുള്ള ജില്ലകളാണ്. ആ ജില്ലകളെ തിരഞ്ഞെടുത്തിട്ട് ആ ജില്ലകളിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള
ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ, പ്രത്യേകിച്ച് പയറുവർഗ്ഗങ്ങളുടെ കാര്യത്തിലൊക്കെ, പൾസസിലൊക്കെ തന്നെ സെൽഫ് സഫിഷ്യൻസി ഇൻ പൾസസ്, പയറുവർഗ്ഗത്തിലെ ആത്മനിർഭരത അതൊരു പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷ്യമാണ്. അങ്ങനത്തെ അഗ്രികൾച്ചറിന് വലിയൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. പിന്നെ MSMEs, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ആണ് MSMEs. ഇത് മുമ്പത്തെ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, അറിയാമെന്ന് വിചാരിക്കുള്ളൂ. അല്ലെങ്കിൽ ഇതൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ വെറുതെ ഗൂഗിളിൽ നോക്കിയാൽ മതി എന്താണ് MSMEs. MSMEസിന് ഒരു ഡെഫിനിഷൻ ഉണ്ട്. ഇത്ര കോടി രൂപ വരെ മുതൽ മുടക്ക്, ഇത്ര കോടി രൂപ വരെ വിറ്റ് വരവ്. അതിന് മൈക്രോ സൂക്ഷ്മ സ്ഥാപനങ്ങൾക്ക് ഒരു ഡെഫിനിഷൻ ഉണ്ട്, ചെറുകിട സ്ഥാപനങ്ങൾക്ക് ഒരു ഡെഫിനിഷൻ ഉണ്ട്, മീഡിയം സ്ഥാപനങ്ങൾക്ക് ഒരു ഡെഫിനിഷൻ ഉണ്ട്. ആ ഡെഫിനിഷനൊക്കെ 2 മുതൽക്ക് 2.5 മടങ്ങ് അതിന്റെ ത്രഷ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആ ത്രഷ് വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ അപ്പൊ കൂടുതൽ മുതൽ മുടക്കായാലും നിങ്ങളൊരു മൈക്രോ എന്റർപ്രൈസ് ആവും. ഇപ്പോഴതിനേക്കാളും 2 മടങ്ങ് കൂടുതൽ മുതൽ മുടക്കുണ്ടായാലും അതിനെ ഒരു സൂക്ഷ്മ സ്ഥാപനമായിട്ട് മൈക്രോ എന്റർപ്രൈസ് ആയി കണക്കാക്കും. അതുപോലെ സ്മോൾ എന്റർപ്രൈസ് ആയി കണക്കാക്കും, മീഡിയം എന്റർപ്രൈസ് ആയി കണക്കാക്കും. 2 മുതൽക്ക് 2.5 വരെയാണ് ഈ ത്രഷ് ഹോൾഡിൽ വർധനവ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ MSMEസിനുള്ള ലോൺസ് 5 കോടിയിൽ നിന്ന് 10 കോടിയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. MSMEs ഇന്ത്യയിൽ വലിയ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ കൃഷി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കുന്നത് MSMEs ആണ്. കൃഷിയിൽ നിന്ന് കൂടുതൽ ആൾക്കാർ വ്യവസായത്തിലേക്കും സേവനങ്ങളിലേക്കും വന്നിട്ട് വേണം സാമ്പത്തിക വളർച്ച ഉണ്ടാവാൻ. അല്ലാണ്ട് 45% ജനങ്ങളും കൃഷിയിൽ ജോലി ചെയ്തിട്ട് സാമ്പത്തിക വളർച്ച ഉണ്ടാവില്ല. കാരണം കാർഷിക മേഖലയിലുള്ള ജോലിക്കുള്ള കൂലി വളരെ കുറവാണെന്ന് നമുക്കറിയാം. ഉയർന്ന വരുമാനമുള്ള സാമ്പത്തിക പ്രവൃത്തി ഉണ്ടാവണമെങ്കിൽ, ഇക്കണോമിക് ആക്ടിവിറ്റിയും ജോലി ഉണ്ടാവണമെങ്കിൽ അത് വ്യവസായങ്ങളിലും സേവനങ്ങളിലുമാണ് ഉണ്ടാവുക, കാർഷിക മേഖലയിലല്ല. അതുകൊണ്ട് വികസിത രാജ്യങ്ങളിലൊക്കെ തന്നെ അവരുടെ തൊഴിൽ ശക്തിയുടെ പ്രധാന ഭാഗവും ജോലി ചെയ്യുന്നത് വ്യവസായങ്ങളിലും സേവന മേഖലകളിലൊക്കെയാണ്. സോ വി ഹാവ് ടു മൂവ് മോർ പീപ്പിൾ ഫ്രം അഗ്രികൾച്ചർ ടു ഇൻഡസ്ട്രി ആൻഡ് ടു സർവീസസ്. അതിന് ആണ് MSMEസിനൊക്കെ തന്നെ. മാത്രമല്ല ഇന്ത്യയിലെ 45% നമ്മുടെ എക്സ്പോർട്സും വരുന്നത് SME സെഗ്മെന്റ്സ് എന്നാണ്. അപ്പൊ അതിന് കുറെ കാര്യമായിട്ടുള്ള ആനുകൂല്യങ്ങളുണ്ട്. പിന്നെ സംസ്ഥാനങ്ങൾക്ക് 1.5 ലക്ഷം കോടി രൂപയാണ് നമ്മൾ കേരളത്തിൽ പ്രത്യേകിച്ച് പ്രധാനമായിട്ടുള്ള നമ്മളുടെ ഒരു ഗ്രീവൻസ്, കേന്ദ്ര സർക്കാരിനെതിരെ ഉള്ള ഒരു ഗ്രീവൻസ്. ഒരുപാട് ഗ്രീവൻസസ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള ഒരു ഗ്രീവൻസ് സംസ്ഥാന സർക്കാരിന് വേണ്ടത്ര പണം നൽകുന്നില്ല നിക്ഷേപത്തിന് എന്നൊക്കെയാണ്. പക്ഷേ കഴിഞ്ഞ ബജറ്റിൽ സർക്കാർ 1 ലക്ഷം കോടി രൂപയുടെ ഇതുമാതിരിയുള്ള സംസ്ഥാനങ്ങൾക്ക് പലിശ ഇല്ലാണ്ടാണ് 1 ലക്ഷം കോടി രൂപ കൊടുക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങൾക്കും കൂടെ കൂടിയിട്ട് അത് 1.5 ലക്ഷം കോടിയായിട്ടാണ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 50 വർഷത്തിനുള്ളിൽ തിരിച്ചടച്ചാൽ മതി. 50 വർഷം തിരിച്ചടവുണ്ട്. 50 വർഷം തിരിച്ചടവ് വെച്ചാൽ വലിയ കാലയളവാണ്. ഇപ്പൊ ഭരിക്കുന്ന സർക്കാരിനൊന്നും തന്നെ അത് ബാധ്യത വരുന്നില്ല അടുത്ത കാലത്തൊന്നും. മാത്രമല്ല പലിശയില്ല, ഈ കടമെടുക്കുന്ന പണം മാത്രം തിരിച്ചടച്ചാൽ മതി. പക്ഷെ ആ കടം എടുത്തിട്ട് അത് പണം നിക്ഷേപിക്കണമെങ്കിൽ അതിന് ചില നിബന്ധനകളുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ചില നിബന്ധനകളുണ്ട്. അത് നിബന്ധനകൾ എന്ന് പറഞ്ഞാൽ ചില പരിഷ്കാരങ്ങൾ നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി മേഖലയിൽ ചില പരിഷ്കാരങ്ങൾ നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് ആ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പേര് ഉപയോഗിക്കണം മുതലായിട്ടുള്ള നിബന്ധനകളുണ്ട്. അത് പല സംസ്ഥാനങ്ങളും തന്നെ കൂട്ടാക്കുന്നില്ല. അതുകൊണ്ട് ഈ 1 ലക്ഷം കോടി രൂപ പലിശയില്ലാതെ 50 വർഷത്തേക്ക് ലഭിച്ചിട്ടും അതിന്റെ 20% മാത്രമാണ് കഴിഞ്ഞ വർഷം സംസ്ഥാനങ്ങളെല്ലാം പാടെ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യമായിട്ടുള്ളൊരു ന്യൂനതയുണ്ട് കേട്ടോ. അതിന്റെ പിന്നിൽ കുറെ രാഷ്ട്രീയമുണ്ട്, അതിലേക്ക് നമുക്ക് ഇവിടെ പോകണ്ട. പിന്നെ കയറ്റുമതിക്ക് ഒരു കാര്യമായിട്ടുള്ള ഒരു പ്രോത്സാഹനമുണ്ട്. കാരണം കയറ്റുമതി ഒരു 20% വർദ്ധിച്ചാൽ മാത്രമാണ് നമുക്ക് ഉയർന്ന സാമ്പത്തിക വളർച്ചയിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. ഇന്ത്യയിൽ കഴിഞ്ഞ 25 വർഷത്തെ ചരിത്രം നോക്കുകയാണെങ്കിൽ 2003 മുതൽക്ക് 2008 വരെയുള്ള ആ 3-4 വർഷ കാലയളവിലാണ് ഇന്ത്യയിൽ 8%-ലധികം സാമ്പത്തിക വളർച്ചയുണ്ടായി. 8%-ലധികം വാർഷിക വളർച്ചയുണ്ടായി. അതിനുള്ള കാരണം ഏറ്റവും മികച്ച വളർച്ചയാണ്. അടുപ്പിച്ച് 4 വർഷം 8% GDP ഗ്രോത്ത് ഉണ്ടായിട്ടില്ല അതിന് മുമ്പ്, അതിനുശേഷവും. അത് ഉണ്ടാവാനുള്ള കാരണം ആ കാലഘട്ടത്തിൽ നമ്മുടെ കയറ്റുമതി ശരാശരി ഒരു വർഷത്തിൽ 20%-ലധികം വർദ്ധിച്ചു. അതിന് അനുകൂലമായിട്ടുള്ള ആഗോളമായിട്ടുള്ള സാമ്പത്തിക സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. ഗ്ലോബൽ ഇക്കോണമി ഓൾസോ വാസ് ഗ്രോയിങ്. ആ അനുകൂല സാമ്പത്തിക സാഹചര്യത്തിലാണ് അത് വളർന്നത്. അപ്പൊ എക്സ്പോർട്ട് ഗ്രോത്ത് വളരെയധികം ഇംപ്രസീവായിട്ട് ഉണ്ടായാൽ മാത്രമേ
ഈ ഒരു സാമ്പത്തിക വളർച്ചയും കൈവരിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ആ എക്സ്പോർട്സിനും കൂടുതൽ ഊന്നൽ നൽകുന്നത്. അടുത്ത സ്ലൈഡിലേക്ക് പോകാം. പിന്നെ ഈ ബജറ്റിന് ചില സ്പെഷ്യൽ ഫോക്കസ് ഏരിയാസ് ഉണ്ട്, പ്രത്യേകമായിട്ട് ഫോക്കസ് ഉള്ള ഏരിയാസ്. ചില ഫോക്കസ്ഡ് പ്രോഡക്റ്റ് സ്കീംസ് എന്ന് പറഞ്ഞിട്ട് കൂടുതൽ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള മേഖലകൾ. അത് പ്രത്യേകിച്ച് ബജറ്റിൽ പറഞ്ഞത് ലെതർ, ടോയ്സ് ആൻഡ് ഫുഡ് പ്രോസസ്സിംഗ്. ലെതർ ഉൽപ്പന്നങ്ങൾ, ലെതർ കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ബാഗുകൾ. ഏറ്റവും കൂടുതൽ കന്നുകാലികളുള്ള രാജ്യം ഇന്ത്യയാണ്, അതുകൊണ്ട് തന്നെ ധാരാളം ലെതറും അവൈലബിൾ ആണ്. ഈ ലെതർ കൊണ്ട് ബാഗ്സ്, അതിനേക്കാളും കൂടുതൽ ഷൂസ്, ലെതർ ചെരുപ്പുകൾ, ഷൂ അപ്പേഴ്സ് ഒക്കെ ഉണ്ടാക്കി അതിൽ ഡോമിനേറ്റ് ചെയ്യുന്നത് ചൈനയാണ്. ചൈനയാണ് ലോകത്തിൽ തന്നെ ആ മാർക്കറ്റിനെ, മിക്ക ഉൽപ്പന്നങ്ങളിലും അങ്ങനെയാണ്, ചൈനയുടെ ഒരു ഡോമിനേഷൻ ആണ്. പക്ഷെ ചൈനയുടെ മുകളിൽ പ്രത്യേകിച്ച് അമേരിക്ക കുറച്ച് ഉപരോധങ്ങളൊക്കെ ഏർപ്പെടുത്തുന്ന, ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് പ്രസിഡന്റ് ട്രംപ് ചൈനയുടെ മുകളിൽ കൂടുതൽ ഇറക്കുമതിന്റെ മുകളിൽ ടാരിഫ്സ് ഒക്കെ തന്നെ ചുമത്തുന്നുണ്ട്. ചൈനയുടെ മുകളിൽ മാത്രമല്ല, മിക്ക രാജ്യങ്ങളുടെ മുകളിലും. കാരണം അമേരിക്കയിലേക്കുള്ള ഇറക്കുമതി ചുങ്കം കുറവാണ്. അതേ സമയത്ത് അമേരിക്ക കയറ്റുമതി ചെയ്യുമ്പോൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ മുകളിലുള്ള കയറ്റുമതി ചുങ്കം മറ്റ് രാജ്യങ്ങളിൽ ചുമത്തുന്നത് കൂടുതലുമാണ്. അതെപ്പോഴും അങ്ങനെയായിരുന്നു. അത് അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി എന്ന നിലയ്ക്ക് മറ്റ് രാജ്യങ്ങളൊക്കെ സഹായിക്കാനുള്ള ഒരു നടപടി കൂടെ, അതിന്റെ ഭാഗം കൂടി ആയിട്ടാണ് അവർ ഇറക്കുമതി ചെയ്യാൻ മറ്റ് രാജ്യങ്ങളൊക്കെ തന്നെ അനുവദിക്കുന്നത് വളരെ കുറഞ്ഞ നികുതിയിൽ. പക്ഷെ പ്രസിഡന്റ് ട്രംപിന്റെ പോളിസി അതൊന്നുമല്ല. പ്രസിഡന്റ് ട്രംപ് മേഗ ആണ് അദ്ദേഹത്തിന്റെ പോളിസി. മേഗ എന്താ? മേഗ, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ. ഹി ഡസ് നോട്ട് കെയർ അബൌട്ട് അതർ കൺട്രീസ് ഓഫ് ദ വേൾഡ്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ. അപ്പൊ അമേരിക്കയിൽ ഉയർന്ന സാമ്പത്തിക വളർച്ച വേണം. അപ്പൊ അതിനെന്താ വേണ്ടത്? അമേരിക്കയിലേക്ക് ആർക്കും വേണമെങ്കിൽ കയറ്റുമതി ചെയ്യാം, വളരെ നിസ്സാരമായിട്ടുള്ള ഇറക്കുമതി ചുങ്കേ ഉള്ളൂ. പക്ഷെ അമേരിക്കയുടെ ഉൽപ്പന്നങ്ങളുടെ മുകളിൽ നമ്മൾ ചുമത്തുന്ന നികുതി കൂടുതലാവും. ആ കാര്യം മാറ്റം വരണം എന്നുള്ളതാണ്. ഭാഗികമായിട്ട് അതിൽ സാമ്പത്തിക യുക്തി ഉണ്ട് കേട്ടോ. അത് അവരുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ സാമ്പത്തിക യുക്തി ഉണ്ട്. പക്ഷെ അമേരിക്ക കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിട്ട് പെരുമാറണം എന്നുള്ളതാണ്. പക്ഷെ ഉത്തരവാദിത്തമായിട്ടുള്ളൊരു പെരുമാറ്റം പ്രസിഡന്റ് ട്രംപിൽ നിന്ന് ഉണ്ടാകുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഇവിടെ ചൈനയുടെ മുകളിലുള്ള ഈ ഒരു റെസ്ട്രിക്ഷൻസ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായി തീരുകയാണ് ചെയ്യുന്നത്. കാരണം ചൈനീസ് ലെതർ പ്രോഡക്ട്സ്, ചൈനീസ് ടോയ്സ് ലോകത്തിൽ മൊത്തത്തിൽ, അമേരിക്കയിൽ നിന്ന് നിങ്ങൾക്ക് ആരെങ്കിലും ബന്ധുക്കൾ അമേരിക്കയിലുണ്ടെങ്കിൽ, അമേരിക്കയിൽ നിന്ന് ആരെങ്കിലും കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ടോയ്സ് ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ നോക്കിക്കോളൂ, എല്ലാം മെയ്ഡ് ഇൻ ചൈനയാണ്. അമേരിക്കയിലത്തെ മോളുകളിൽ പോയി കഴിഞ്ഞാൽ ആ മോളുകളിലുള്ള ഉൽപ്പന്നങ്ങൾ എല്ലാം തന്നെ ഫുഡ് ആർട്ടിക്കിൾസ് ഒഴികെ ഒരു 80% ചൈനീസ് പ്രോഡക്ട്സ് ആണ്. ആ ചൈനീസ് പ്രോഡക്ട്സിന്റെ മുകളിൽ ടാക്സ് ചുമത്തുന്ന സമയത്ത് ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ വില കൂടും. 10% നികുതി എന്നുള്ളത് 20% നികുതി ആയിട്ട് വർദ്ധിക്കുമ്പോൾ, ഇമ്പോർട്ട് ഡ്യൂട്ടി വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും 10% നികുതി വർദ്ധിക്കുമല്ലോ, വില വർദ്ധിക്കും. ആ വില വർദ്ധിക്കുന്ന സമയത്ത് വിലക്കുറവുള്ള മറ്റ് രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ മാർക്കറ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. ചില മേഖലകളിൽ ഓൾറെഡി ഇപ്പോ ചെറിയ കുട്ടികളുടെ ഉടുപ്പുകൾക്കുള്ള മാർക്കറ്റ് ലീഡർ, ഗ്ലോബലി മാർക്കറ്റ് ലീഡർ തന്നെ കേരള കമ്പനി ആയിട്ടുള്ള കീറ്റെക്സ് ആണ്. കീറ്റെക്സ് അവര് ഈ കുട്ടികളുടെ ഉടുപ്പുണ്ടല്ലോ, ചെറിയ കുട്ടികളുടെ ഉടുപ്പ്, അതില് അവരുടെ ബ്രാൻഡ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ ഉള്ള ബ്രാൻഡായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഈ ലെതർ, ടെക്സ്റ്റൈൽസ്, ടോയ്സ്, ഫുഡ് പ്രോസസ്സിംഗ് ഇതൊക്കെ വളരെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. ഇപ്പൊ വലിയൊരു ഓട്ടോമൊബൈൽ കമ്പനിയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത്രയധികം ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ടാവില്ല. കാരണം എല്ലാം മെക്കനൈസ്ഡ് ആണ്, റോബോട്ടൈസ്ഡ് ആണ്. റോബോട്ട്സ് ഒരുപാട് ജോലി ചെയ്യുന്നുണ്ടാവും. നേരെ മറിച്ച് ഈ ടോയ്സ് മാനുഫാക്ചറിങ്, അതുപോലെ തന്നെ ലെതർ ഷൂസ്, ബാഗ്സ് മാനുഫാക്ചറിങ്, ഫുഡ് പ്രോസസ്സിംഗ് മാനുഫാക്ചറിങ്, ഭക്ഷ്യ വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ഇന്ത്യ ഈസ് ദി സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ഫ്രൂട്ട്സ് ഇൻ ദ വേൾഡ് ആഫ്റ്റർ ബ്രസീൽ. India is the second largest producer of vegetables in the world after China. India is the largest producer of milk in the world, the largest. പക്ഷെ ഈ വക ഫുഡ് ഐറ്റംസ് ഒക്കെ തന്നെ പ്രോസസ് ചെയ്യുന്നതിന്റെ കാര്യത്തിൽ നമ്മൾ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പുറകിലാണ്. അപ്പൊ ഈ ഭക്ഷ്യ സാധനങ്ങളൊക്കെ തന്നെ, നമ്മുടെ പഴവർഗ്ഗങ്ങളൊക്കെ തന്നെ, പാഴായി പോകുന്ന പഴവർഗ്ഗങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാല്
അതൊക്കെ പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം നിങ്ങൾ മലേഷ്യയിൽ പോവുകയാണെങ്കിൽ മലേഷ്യൻ എയർപോർട്ടിൽ കുലാലംപൂർ എയർപോർട്ടിലൂടെ നടക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 300 മീറ്റർ നടക്കുമ്പോൾ മുഴുവനും മലേഷ്യയിലുള്ള പഴവർഗ്ഗങ്ങള് ഡീഹൈഡ്രേറ്റ് ചെയ്തിട്ട് അതിന്റെ ഉണക്കിയിട്ടുള്ള പാക്കറ്റ്സ് വെക്കുന്ന കടകൾ ധാരാളം എയർപോർട്ടിൽ കാണാൻ സാധിക്കും. ഞാൻ അവിടുന്ന് വാങ്ങുന്ന സമയത്ത് ഞാൻ ആലോചിച്ചു, ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള പഴവർഗ്ഗങ്ങളാണ്. പക്ഷെ ആ തോതില്, വലിയ തോതില് അതിനെ ആ ഫ്രൂട്ട്സ് പ്രോസസ് ചെയ്തിട്ട് അതിനെ പാക്കേജ് ചെയ്തിട്ട് ഒരു ഇൻഡസ്ട്രി ആയിട്ട് ഗ്ലോബൽ മാർക്കറ്റ്സിലേക്ക് എത്തിക്കാൻ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും വേണ്ട രീതിയിൽ അത് വിജയിച്ചിട്ടില്ല. ഇപ്പൊ അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യമായത് കാരണം സർക്കാർ അതിന് കൂടുതൽ ഊന്നൽ നൽകുന്നുണ്ട്. ബജറ്റിലെ ധനമന്ത്രി തന്നെ പറഞ്ഞൊരു വാചകം ഇങ്ങനെയാണ്: വി പ്ലാൻ ടു മേക്ക് ഇന്ത്യ ഗ്ലോബൽ ഹബ് ഫോർ ടോയ്സ് എന്നാണ് പറഞ്ഞത്. അതിൽ ഈ ചൈനയുടെ മുകളില് അമേരിക്ക ഇമ്പോസ് ചെയ്യുന്ന ടാക്സിന്റെ കോണ്ടെക്സ്റ്റിലാണ് പ്ലാൻ ടു മേക്ക് ഇന്ത്യ എ ഗ്ലോബൽ ഹബ് ഫോർ ടോയ്സ്. ഈ കുട്ടികളുടെ കളിപ്പാട്ടം ഉണ്ടാക്കുന്നതിൽ ഗ്ലോബൽ മാർക്കറ്റ് പിടിക്കാനുള്ള ഒരു ശ്രമമാണ് ഇന്ത്യ നടത്തുന്നത്. അതിനുള്ള ചില നീക്കങ്ങളൊക്കെ തന്നെ ബജറ്റിൽ കാണാൻ സാധിക്കും.